മോർണിംഗ്. ഇന്ന് ജൂൺ 9th. ഇന്നാണ് സായിന്തിൻ്റെ വെഡ്ഡിങ് ഡേ. അപ്പോൾ കാലത്തെണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് സലി ചേച്ചിയുടെ അടുത്തോട്ട് പോയി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. സലി ചേച്ചി നമ്മുടെ കസിൻ ആണെങ്കിലും അടിപൊളി ഒരു ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്ത് ഫങ്ഷൻ വന്നാലും ചേച്ചിയാണ് എല്ലാവരും ടച്ചപ്പ് ചെയ്ത് വിടുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ഇന്നത്തെ കല്യാണ ചെറുക്കൻ്റെയും ബ്യൂട്ടീഷ്യൻ സലി ചേച്ചി തന്നെയാണ്. അപ്പോൾ എല്ലാ മേക്കപ്പും മേക്ക് ഓവേഴ്സും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ വിശേഷങ്ങൾ പറയലും ട്രോളും എല്ലാം നടക്കുന്നുണ്ട് തകൃതിയായിട്ട്. നമുക്കിങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല അടിപൊളിയൊരു വൈബാണ് കേട്ടോ. അത് ശരിക്കും ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞും പിന്നെ ഓരോരുത്തരെ ട്രോളിയും ഓരോ കോമഡിയൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട് മാക്സിമം. അപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതാണ് സരിക മേമ, ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ അമ്മ. അപ്പോൾ മേമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി തന്നെയാണ് കേട്ടോ ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് കൊടുത്തത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഇറങ്ങാൻ സമയമായി. അപ്പോൾ നമുക്ക് താലികെട്ട് വരുന്നത് അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടേ. അപ്പം ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് എക്സ്പ്രഷൻസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോയിട്ടോ. വല്യച്ഛന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, പിന്നെ നമ്മളുടെ പിള്ളേർ പടകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ താലികെട്ടുണ്ടായിരുന്നത് ചെറുവത്തേരിയിലുള്ള കീഴേറ്റിക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. എല്ലാ ചടങ്ങുകളും ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ വന്നത് ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളുടെ കല്യാണം, സ്വന്തം കല്യാണം വരുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ കുറേ ടെൻഷൻസ് ഉണ്ടാവും അല്ലേ. എൻ്റെ ടെൻഷൻ എന്തായിരുന്നു, മേക്കപ്പിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ഇടയിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് എൻഡ് ചെയ്യണം എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിനുള്ളിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ കസിൻസിൻ്റെയൊക്കെ മാരേജ് വരുമ്പോൾ ചില്ലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ വന്ന ആദ്യത്തെ ഫംഗ്ഷനായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിച്ച് പൊളിച്ച് കിടിലനായിട്ട് ആഘോഷിച്ചു. കുറേ പേരെ മിസ്സിങ് ആയിരുന്നു. കാരണം നല്ലൊരു പീക്ക് ടൈമായ കാരണം ലീവിൻ്റെ ഇഷ്യൂസ് കാരണം പലർക്കും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്തു. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്പലത്തിൽ നിന്ന് കെട്ടുകഴിഞ്ഞ് ഹാളിലേക്ക് രണ്ടുപേരും എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ശ്രീജിതനെ കണ്ടപ്പോൾ വീണ്ടും ഓർമ്മ വന്നത് നേരത്തെ പറഞ്ഞ കാര്യം കേട്ടോ. നമ്മുടെ സ്വന്തം കല്യാണത്തിന് മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം, നമ്മുടെ ഫേസിൽ വരുന്ന ചെറിയൊരു ടെൻഷൻ. സായന്തിൻ്റെ ഫേസിൽ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഫേസും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഓർക്കുന്നു ഫേസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് മാറിപ്പോകുന്ന ആ ഒരു ഫീൽ, എനിക്ക് എൻ്റെ അമ്മേനെ മിസ് ചെയ്തിട്ടുള്ളത്, അതെല്ലാം ഇങ്ങനെ വീണ്ടും ഒരു റീകണക്ഷൻ പോലെ വീണ്ടും മൈൻഡിലേക്കെല്ലാം വന്നു കേട്ടോ. ആൻഡ് അങ്ങനെയൊക്കെ ഒരു ഫീല് പെട്ടെന്ന് വന്നു.
ഇനിയിപ്പോൾ എന്താ, ഇലയിട്ടു, നല്ല അടിപൊളി എരിശ്ശേരിയും പുളിശ്ശേരിയും കാളനും ഓലനും സാമ്പാറും പിന്നെ പായസവും കൂടെ ആയതും നമ്മളുടെ സദ്യയും അടിച്ചു പൊളിച്ചു. കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് റിസപ്ഷന് കാണാം. റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ് ചേഞ്ചൊക്കെ കഴിഞ്ഞതും ബ്രൈഡിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സലി ചേച്ചിയും സനു ചേച്ചിയും നല്ല കട്ടയ്ക്ക് നിന്നിട്ടാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. അവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ് കേട്ടോ. രണ്ടുപേരും കട്ടയ്ക്ക് നിന്നിട്ടാണ് നമ്മളെ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റിസപ്ഷൻ ഉണ്ടായിരുന്നത് തൃപ്രയാർ ശാന്തി പാലസിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ റിസപ്ഷനും അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ആ ഒരു മെമ്മറീസ്, ബാക്ക് ടു മെമ്മറീസ് എന്നുള്ള പോലെയായിരുന്നു. സെയിം പ്ലേസ്, സെയിം ടൈം, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കുറേ ആളുകളും, അങ്ങനെ നല്ല അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ റിസപ്ഷനും. അങ്ങനെ DJയും ഡാൻസൊക്കെ ഇട്ട് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ സോങ്സ് ഇടാൻ പറ്റാത്ത കാരണം ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. എങ്കിലും ഫുൾ വീഡിയോ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തത് ആഫ്റ്റർ എ ലോങ് ടൈം. ദിസ് വിൽ ബി എ ഗ്രേറ്റ് മെമ്മറി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കയറി ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.